അങ്ങനെ ഒടുവിൽ ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടിരിക്കുകയാണ്. സത്യം പറയാലോ, മോശ പ്രകടനം മാത്രം കാഴ്ചവെച്ചുകൊണ്ട് വളരെ മോശമായിട്ടുള്ള പ്രകടനമാണ് ബ്ലാസ്റ്റേഴ്സ് കാഴ്ചവെച്ചത്. ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസ് മികച്ച രൂപത്തിൽ കാര്യങ്ങളൊക്കെ ചെയ്തു, ഓക്കെ. ബട്ട് പക്ഷെ അറ്റാക്ക് വളരെ മോശമാണ്. കാരണം ബ്ലാസ്റ്റേഴ്സിന്റെ അറ്റാക്ക് ഇങ്ങനെ പോയ സത്യം പറയാലോ, ബ്ലാസ്റ്റേഴ്സ് ഒരു റെലഗേഷൻ സാധ്യത വരെ കാണുന്നു എന്നുള്ളതാണ്. കാരണം സ്പോർട്ടിംഗ് ക്ലബ് ഡൽഹി അവർക്ക് വിജയിക്കാൻ പറ്റും. കാരണം മുഹമ്മദ് അൻസിനോടെ കളിച്ച് വേണമെങ്കിൽ അവർക്ക് വിജയിക്കാവുന്നതേ ഉള്ളൂ. ബ്ലാസ്റ്റേഴ്സ് അതുപോലും നടത്തിയില്ലെങ്കിൽ വളരെ മോശമായിട്ടുള്ള സ്ഥിതിയിലേക്കാണ് ബ്ലാസ്റ്റേഴ്സ് പോകുന്നത്. തുടർച്ചയായ 3 മത്സരം തോറ്റിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സ്. എന്തായാലും മികച്ച പ്രകടനം തന്നെ വെക്കേണ്ടി വരും. എന്തായാലും 2-1 ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ട്. ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അറ്റാക്കിങ്ങിൽ വെക്ടർ ബെർദുമോ, അതുപോലെ തന്നെ കെവിൻ ഹുക്ക്, കൊറോസിംഗ് അടക്കം മുന്നിലുണ്ടായിരുന്നു. ഡിഫൻസിൽ ഒമർ ബാ, സഗീഫ്, അതുപോലെ തന്നെ സന്ദീപ് സിംഗ്, മത്തിയാസ് ഹെർണാണ്ടസും ഉണ്ടായിരുന്നു. എന്തായാലും മിഡ്ഫീൽഡ്സിൽ അവോച്ചേനെയൊക്കെ മിഡ്ഫീൽഡറായിട്ട് കളിപ്പിക്കുന്ന കണ്ടു. കോച്ച് എന്താണ് കാണിക്കുന്നതെന്ന് അറിയാം. വിൻ മോഹൻ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഡാനിഷ് ഫറൂഖും ഉണ്ടായിരുന്നു. പകരം അവരുടെ അറ്റാക്കിങ്ങിൽ മികച്ച താരങ്ങൾ തന്നെ ഉണ്ടായിരുന്നു. പെലാനസും അതുപോലെ തന്നെ പെട്രിക് കുവാസിയും, രോഹിത് ധനു, പാർത്തോ സിംഗ്, അതുപോലെ തന്നെ പാസി, അങ്ങനെ ഒരുപാട് താരങ്ങളുണ്ടായിരുന്നു. അവർക്ക് മികച്ച ഡിഫൻസ് ഉണ്ട്. അവരുടെ ഗോൾ കീപ്പർ തരേസ് മികച്ച ഒരു ഗോൾ കീപ്പറാന്ന് കാണിച്ചു തന്നു. മികച്ച സേവുകൾ ഉണ്ടായിരുന്നു. ആ സന്ദീപിൻ്റെയൊക്കെ ഷോട്ട്, മികച്ച സേവുകൾ ഉണ്ടായിരുന്നു. എന്തായാലും കളിയിൽ പറയുകയാണെങ്കിൽ 2-1 ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തു. കളിയുടെ 34-ാം മിനിറ്റിൽ ബെത്കീവീസിന്റെ ഗോൾ വന്നു. 34-ാം മിനിറ്റിൽ 78-ാം മിനിറ്റിൽ പലാനസും ഗോൾ അടിച്ചപ്പോൾ കളി 2-0 ബ്ലാസ്റ്റേഴ്സ് പിന്നിലായിരുന്നു. 78-ാം മിനിറ്റിൽ ഗോൾ വന്നു. പിന്നെ 84-ാം മിനിറ്റിൽ വെക്ടർ ബെർത്തുമോയിലൂടെ ബ്ലാസ്റ്റേഴ്സ് തിരിച്ചടിച്ച് അങ്ങനെ 1-2 ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടു. എന്തായാലും ഹോം അഡ്വാൻറ്റേജ് കുറേയുള്ള ബ്ലാസ്റ്റേഴ്സ് ആദ്യത്തെ 2 ഹോം മത്സരവും പൊട്ടി എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. എന്തായാലും ഇനി അടുത്ത മത്സരം ചെന്നൈയോടെയാണ്. അത് ഹോം മാച്ചാണ്. എന്തായാലും അത് വിജയിച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ സത്യം പറയാലോ, കളിക്കാത്തതാണ് നല്ലത് ബ്ലാസ്റ്റേഴ്സ്. കാരണം ടാക്ടിക്സ്, കോച്ചിന്റെ തന്ത്രങ്ങളും ഒന്നും വർക്കാവുന്നില്ല. അതുപോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂഷൻസ് ഒന്നും വർക്കാവാതെ വളരെ മോശമായിട്ടുള്ള ഒരു പ്രകടനമാണ്. ഓരോ കളി വരാതെ ടീം മാറ്റി ഇറക്കിയെടുത്തു ഒക്കെയാണ് കളി വരുന്നത്. എന്തായാലും മികച്ച രീതിയിൽ കളിച്ചേ പറ്റൂ. ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് 13-ാം സ്ഥാനത്ത് വീണിരിക്കുകയാണ്, ഒരു പോയിന്റ് പോലും ഇല്ലാതെ എന്നുള്ളതാണ്. കളിച്ച കളിയിൽ 6 ഗോൾ വാങ്ങി നിൽപ്പാണ് ബ്ലാസ്റ്റേഴ്സ്.